കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ച പോർഷൻസ് ഒക്കെ എല്ലാവരും ഭംഗിയായി പഠിച്ചു കാണുമെന്ന് കരുതുന്നു. എക്സാംസ് അടുത്ത് വരുന്നു. നല്ലതുപോലെ പഠിച്ചെങ്കിൽ മാത്രമേ നല്ല സ്കോർ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള സമയം പാഴാക്കാതെ പഠനത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 4th മൊഡ്യൂളിലെ പോർഷനാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അതിലെ ഒരു പോർഷനായ ന്യൂട്രീഷൻ ആണ്. അതായത് ഇന്നത്തെ ആധുനിക ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഒരു രോഗാവസ്ഥയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ. ഈ ജീവിതശൈലി രോഗത്തെ നമ്മൾക്ക് നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ ചിട്ടയായ ഒരാഹാര ക്രമീകരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആഹാര ക്രമീകരണം മാത്രം പോരാ, ചിട്ടയായ ഒരു വ്യായാമം കൂടെ ഇതിന് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, ചിട്ടയായ ആഹാര ക്രമീകരണത്തിലൂടെയും ചിട്ടയായ വ്യായാമത്തിലൂടെയും മാത്രമേ നമ്മൾക്ക് ഈ ജീവിതശൈലി രോഗത്തെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഭക്ഷണം നമ്മൾ മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ മരുന്ന് നമ്മൾ ഭക്ഷണം പോലെ കഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ന്യൂട്രീഷണൽ ഫാക്ടിനെ കുറിച്ചുള്ള അറിവ് വളരെ വലുതാണ്. അതായത് ഹൗ ടു ഈറ്റ്, വാട്ട് ടു ഈറ്റ്, വെൻ ടു ഈറ്റ്, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കണം, ഈ ഒരു അറിവ് വളരെ വലുതാണ്. ഈ ഒരു അറിവ് നമ്മൾക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ കിട്ടുകയാണ്. അതുകൊണ്ട് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻസ് ന്യൂട്രീഷൻ എന്താണ്, ന്യൂട്രീഷ്യസ് ഫുഡ് ഏതൊക്കെയാണ്, ഫുഡിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, ഫുഡിന്റെ സോഴ്സസ്, അതായത് പ്രോട്ടീന്റെ സോഴ്സസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതിന്റെയൊക്കെ സോഴ്സസ് ഏതൊക്കെയാണ്, ഇതുമൂലം വരാവുന്ന ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. The word meaning of nutrition means act of nourishing, അതായത് പോഷണം അല്ലെങ്കിൽ പോഷിപ്പിക്കുക. Now we will see the definition of nutrition. Nutrition may be defined as the science of food and its relationship to health. പോഷണം എന്ന് പറയുന്നത് ആഹാരത്തിന്റെ ശാസ്ത്രവും അതുവഴി ആരോഗ്യത്തിലേക്കുള്ള ബന്ധവുമാണ്. Here there is a good relationship between food and health. Good nutrition is a basic component of health. നല്ല പോഷകാഹാരം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. Good nutrition maintains a nutritional status that enable us to grow well and enjoy good health. നല്ല പോഷകാഹാരം ഒരു പോഷക നിലവാരം നിലനിർത്തുവാനും അതുവഴി നന്നായി വളരുവാനും നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് ഉടമകളാക്കി നമ്മെ മാറ്റുകയും ചെയ്യുന്നു. Next, we will see the functions of food. The main functions of food are provision of energy, body building and repair, maintenance and regulation of tissue function. അതായത് ഊർജം പ്രദാനം ചെയ്യുക, ശരീരം നിർമ്മിക്കുകയും അതിന്റെ കേടുപാടുകൾ തീർക്കുക, ശരീരത്തിലെ കലകളുടെ പ്രവർത്തനവും നിയന്ത്രണവുമാണ് ആഹാരത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ്. ആഹാരത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ദ മെയിൻ ഡയറ്ററി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ് ആർ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് water. These are the main constituents of food. We will see one by one. First one, protein, അതായത് മാംസ്യം. Proteins are of greatest importance in human nutrition. നല്ല ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു പോഷകമാണ് മാംസ്യം. Proteins are made up of carbon, hydrogen, oxygen, nitrogen and sulfur in varying amount. Proteins നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ കൊണ്ടാണ്. Proteins are made up of simpler units called amino acid. അമിനോ അമ്ലങ്ങൾ എന്ന ലളിതമായ യൂണിറ്റുകൾ കൊണ്ടാണ് പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് സിമ്പിൾ യൂണിറ്റ്സ് കോൾഡ് ഡാഷ്. ആൻസർ amino acid. 22 amino acids are stated to be needed by the human body, out of which 8 are called essential amino acid. 22 അമിനോ ആസിഡുകളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്. ഇതിൽ 8 എണ്ണത്തെ എസൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. The essential amino acids are
isoleucine, leucine, lysine, methionine, phenylalanine, threonine, tryptophan, and valine. These are the 8 essential amino acids. ശരിയായ രീതിയിൽ ശരീരത്തിന് പ്രവർത്തിക്കണമെങ്കിൽ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് ആവശ്യമാണ്. നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായ അമിനോ ആസിഡ്സിനെ നിർമ്മിക്കുവാൻ നമ്മുടെ ശരീരത്തിന് കഴിയും. 1 gram of protein supplies 4 calories of energy. 1 gram പ്രോട്ടീൻ 4 കാലറി ഊർജം നൽകുന്നു. അടുത്തതായി പ്രോട്ടീൻസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. The proteins are needed by the body for growth and development, for repair of body tissues and their maintenance, for synthesis of antibodies, enzymes and hormones. അതായത് വളർച്ചയ്ക്കും വികസനത്തിനും പ്രോട്ടീൻ ആവശ്യമായിട്ടുണ്ട്. ശരീരകോശങ്ങൾ നന്നാക്കുന്നതിനും പരിപാലിക്കുന്നതിനും പ്രോട്ടീൻ ആവശ്യമായിട്ടുണ്ട്. ആന്റിബോഡികളും എൻസൈമുകളും ഹോർമോണുകളും സിന്തസൈസ് ചെയ്യുന്നതിനും പ്രോട്ടീൻ ആവശ്യമാണ്. നെക്സ്റ്റ് വി വിൽ സീ ദ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീനുകളുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് മാംസാഹാരത്തിൽ നിന്നും സസ്യാഹാരത്തിൽ നിന്നും ലഭ്യമാണ്. ഇനി മാംസാഹാരത്തിന്റെ സോഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ് ആൻഡ് ചീസ്. വെജിറ്റബിൾ സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പൾസസ്, സീരിയൽസ്, നട്ട്സ്, ബീൻസ്, ഓയിൽ സീഡ്സ് എക്സെട്ര. പൾസസ് മീൻസ് പയർവർഗ്ഗങ്ങൾ, അതായത് എല്ലാ പയർവർഗ്ഗങ്ങളും, ഉദാഹരണമായി കടല, വൻപയർ, ചെറുപയർ, ഉഴുന്ന്, പട്ടാണി, അതേപോലെ ഈ പയർവർഗ്ഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായി ലഭിക്കുന്നതാണ്. സീരിയൽസ് മീൻസ് ധാന്യങ്ങൾ, അതിൽ വരുന്നത് റൈസ്, വീറ്റ്, മെയ്സ്, അതായത് അരി, ഗോതമ്പ്, ചോളം ഇവയൊക്കെയാണ് സീരിയൽസ് ഗ്രൂപ്പിൽ വരുന്നത്. അന്നേരം അനിമൽ സോഴ്സസിൽ നിന്നും വെജിറ്റബിൾ സോഴ്സസിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് ദ എഫക്ട്സ് ഓഫ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീന്റെ കുറവ് മൂലം വരാവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്, ഡ്യൂറിംഗ് പ്രഗ്നൻസി, അതായത് ഗർഭാവസ്ഥയിൽ വരാവുന്ന കണ്ടീഷൻസ് ആണ് സ്റ്റിൽ ബർത്ത്, ലോ ബർത്ത് വെയ്റ്റ്, അനീമിയ. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ മരിച്ച ഒരു ശിശുവിന്റെ ജനനമാണ് സ്റ്റിൽ ബർത്ത്. ലോ ബർത്ത് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ജനന സമയത്തെ തൂക്കക്കുറവ്. അനീമിയ മീൻസ് വിളർച്ച. അടുത്തത് ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്, ശൈശവത്തിന്റെ പ്രാരംഭ ദിശയിൽ വരാവുന്ന കണ്ടീഷൻസ് ആണ് മരാസ്മസ് ആൻഡ് ക്വാഷിയോർക്കർ, മെന്റൽ റിട്ടാർഡേഷൻ, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. മരാസ്മസ് ആൻഡ് ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ മൂലം ഉണ്ടാവുന്ന 2 കണ്ടീഷൻസ് ആണ്. മെന്റൽ റിട്ടാർഡേഷൻ മീൻസ് ബുദ്ധിമാന്ദ്യം, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മീൻസ് വളർച്ച മുരടിച്ച അവസ്ഥ. ഇനി മുതിർന്നവരിൽ കാണുന്ന അവസ്ഥകളാണ് ലോസ് ഓഫ് വെയ്റ്റ്, അണ്ടർ വെയ്റ്റ്, അനീമിയ, ഇൻക്രീസ്ഡ് സസെപ്റ്റബിലിറ്റി ടു ഇൻഫെക്ഷൻ, frequent loose stools, general lethargy, delay in wound healing. അതായത് ശരീരഭാരം കുറയുന്നു, ഭാരക്കുറവ്, വിളർച്ച, അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു, പതിവായുള്ള വയറിളക്കം, പൊതു അലസത, മുറിവ് ഉണങ്ങുവാനുള്ള താമസം. ഇതൊക്കെയാണ് പ്രോട്ടീന്റെ അഭാവം മൂലം വരാവുന്ന കണ്ടീഷൻസ്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഫുഡ് ഈസ് ഫാറ്റ്, അതായത് കൊഴുപ്പുകൾ. ഫാറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കൊഴുപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ്. ഫാറ്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് സിംപ്ലർ യൂണിറ്റ്സ് കോൾഡ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് എന്ന ലളിതമായ യൂണിറ്റുകൾ കൊണ്ടാണ് കൊഴുപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സം ഫാറ്റ്സ് ആർ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ചില കൊഴുപ്പുകൾ റൂം ടെമ്പറേച്ചറിൽ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നു. എക്സാമ്പിൾ ഗ്രൗണ്ട്നട്ട് ഓയിൽ ആൻഡ് ജിഞ്ചിലി ഓയിൽ. Some fats are solid at room temperature. ചില കൊഴുപ്പുകൾ റൂം ടെമ്പറേച്ചറിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. എക്സാമ്പിൾ ഗീ ആൻഡ് ബട്ടർ. Fats are again classified into saturated fats and unsaturated fats. കൊഴുപ്പുകളെ വീണ്ടും പൂരിത കൊഴുപ്പുകളായും അപൂരിത കൊഴുപ്പുകളായും തരംതിരിച്ചിരിക്കുന്നു. In general, animal fats are called saturated fats and vegetable oils and fats are called unsaturated fats. Latest study shows that excessive intake of saturated fats are
harmful to the human body. 1 gram of fat supplies 9 calories of energy. 1 gram കൊഴുപ്പ് 9 കാലറി ഊർജം നൽകുന്നു. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. 1 gram of fat supplies 9 calories of energy. Next, we will see the functions of dietary fat. Dietary fat is a concentrated source of energy. ഭക്ഷണത്തിലെ കൊഴുപ്പുകൾ ഊർജത്തിന്റെ പ്രധാന സ്രോതസ്സാണ്. Fats are carriers of fat-soluble vitamins. Fat-soluble vitaminsനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതിൽ കൊഴുപ്പുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. Fat-soluble vitaminsന് ഉദാഹരണമാണ് വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. നെക്സ്റ്റ്, ഡയറ്ററി ഫാറ്റ് സപ്ലൈസ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. ഭക്ഷണക്രമത്തിലെ കൊഴുപ്പുകൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിനെ ശരീരത്തിന് പ്രദാനം ചെയ്യുന്നു. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് മനുഷ്യ ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്നില്ല, ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിൽ പ്രധാനമാണ് ലിനോയിക് ആസിഡ് ആൻഡ് ആർക്കിഡോണിക് ആസിഡ്. ഇത് രണ്ടും സസ്യ എണ്ണകളിൽ നിന്ന് ധാരാളമായി കാണപ്പെടുന്നു. നെക്സ്റ്റ്, the fat layer below the skin maintains our body temperature. നമ്മുടെ ത്വക്കിൻ അടിയിലെ കൊഴുപ്പിന്റെ ആവരണം ശരീരോഷ്മാവ് നിലനിർത്തുന്നു. Next, fat provides support for many internal organs such as heart, kidney, intestine, etc. ആന്തരിക അവയവങ്ങളായ ഹൃദയം, കിഡ്നി, കുടൽ ഇതിനെയൊക്കെ ശരിയായ പൊസിഷനിൽ താങ്ങി നിർത്തുവാൻ കൊഴുപ്പുകൾ സഹായിക്കുന്നു. ലാസ്റ്റ് വൺ, ഫുഡ്സ് കണ്ടെയ്നിങ് ഫാറ്റ്സ് ആർ ടേസ്റ്റി. കൊഴുപ്പടങ്ങിയ ഭക്ഷണം രുചികരമാണ്. സോഴ്സസ് ഓഫ് ഫാറ്റ്. ഭക്ഷണക്രമത്തിലെ കൊഴുപ്പിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. The two main sources of dietary fats are animal sources and vegetable sources. Animal sources include ghee, butter, milk, cheese, egg, fat of fish and meat. Vegetable sources include groundnut oil, gingerly oil, mustard oil, coconut oil, cottonseed oil, sunflower oil and olive oil. അതായത് മാംസാഹാരത്തിലും സസ്യാഹാരത്തിലും കൊഴുപ്പിന്റെ അംശം നമുക്ക് ലഭ്യമാണ്. അതായത് മാംസാഹാരത്തിൽ ഗീ, ബട്ടർ, മിൽക്ക്, ചീസ്, എഗ്, ഫാറ്റ് ഓഫ് ഫിഷ് ആൻഡ് മീറ്റ്. വെജിറ്റബിൾ സോഴ്സസിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ, അതായത് കപ്പലണ്ടി എണ്ണ, ഇഞ്ചി എണ്ണ, കടുകെണ്ണ, വെളിച്ചെണ്ണ, എള്ളെണ്ണ, പരുത്തിക്കുരു എണ്ണ, സൺഫ്ലവർ എണ്ണ, ഒലിവെണ്ണ, ഇവയിലൊക്കെ കൊഴുപ്പിന്റെ അംശം ലഭ്യമാണ്. ഇതൊക്കെയാണ് കൊഴുപ്പിന്റെ പ്രധാന ഉറവിടങ്ങൾ. ഫാറ്റ്സ് ആൻഡ് ഡിസീസസ്. കൊഴുപ്പും അനുബന്ധ അസുഖങ്ങളും നോക്കാം. നമ്മൾ ഫങ്ഷൻസിൽ പഠിച്ചു ഫാറ്റ്സ് ആർ ദ കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജി. അതുകൊണ്ട് അമിതമായ കൊഴുപ്പിന്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അമിതമായ കൊഴുപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പല അസുഖങ്ങളിലേക്കും നമ്മളെ നയിച്ചേക്കാം. അതിൽ പ്രധാനമാണ് ഒബേസിറ്റി, അതായത് അമിതവണ്ണം. ഡിസീസസ് ഓഫ് ബ്ലഡ് വെസൽസ്. കൊഴുപ്പടിഞ്ഞുകൂടി രക്തക്കുഴലുകൾക്ക് വരാവുന്ന അസുഖങ്ങൾ. കൊറോണറി ആർട്ടറി ഡിസീസസ്. ഹൃദയത്തിന്റെ രക്തധമനികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ. Cancer. Latest study shows that high fat intake increases the risk of colon cancer and breast cancer. Next, phenoderma. That means dry and rough skin. ഇതൊക്കെയാണ് കൊഴുപ്പ് കൂടുതലാവുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാവുന്ന അസുഖങ്ങൾ. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഫുഡ് ഈസ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ഈസ് ദ മെയിൻ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് എനർജി. കാർബോഹൈഡ്രേറ്റുകൾ ഏറ്റവും കുറഞ്ഞ ഊർജ സ്രോതസ്സുകളാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റുകൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനും ചേർന്നതാണ്. സിമ്പിൾ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഈസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന ലളിതമായ യൂണിറ്റുകൾ കൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. 1 gram of carbohydrate provides 4 calories of energy. 1 gram കാർബോഹൈഡ്രേറ്റ് 4 കാലറി ഊർജം നൽകുന്നു. അടുത്തതായി കാർബോഹൈഡ്രേറ്റിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. The major functions of carbohydrate are major source of energy production, primary fuel source for brain. Fiber is a special type of carbohydrate that helps to promote good
ഡൈജസ്റ്റീവ് ഹെൽത്ത്. നല്ല ദഹന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം കാർബോഹൈഡ്രേറ്റുകളാണ് ഫൈബർ. അതുകൊണ്ട് നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. Sources of carbohydrate. Three main sources of carbohydrates are starches, sugars and cellulose. Starches include cereals, roots and tubers. Sugars include glucose, fructose, galactose, sucrose, maltose, lactose. These all are simple sugars. Next, cellulose includes vegetables, fruits and cereals. So these are the main sources of carbohydrate. കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഡിസീസസ്. അടുത്തതായി കാർബോഹൈഡ്രേറ്റും അനുബന്ധ അസുഖങ്ങളും. ഫസ്റ്റ് വൺ, ഒബേസിറ്റി, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡയബറ്റിക് മെലൈറ്റിസ്, cardiovascular diseases, gastrointestinal diseases and dental caries. These are the conditions related to excessive intake of carbohydrates. Next constant of food is vitamins, അതായത് ജീവകങ്ങൾ. We will see the definition of vitamins. Vitamins are complex chemical substances required by the body in very small quantities. They do not yield energy, but they act as a catalyst in various body functions. അതായത് വിറ്റമിനുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ സങ്കീർണമായ രാസവസ്തുക്കളാണ്. ഇവ വളരെ ചെറിയ അളവിൽ മാത്രം ശരീരത്തിന് മതി. വിറ്റമിനുകൾ ശരീരത്തിന് ഊർജം നൽകുന്നില്ല, പക്ഷേ ഇവ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഉൾപ്രേരകങ്ങളായി പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ അസുഖങ്ങളെ മാറ്റി നിർത്തുന്നതിനും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനും വിറ്റമിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലും വിറ്റമിൻസ് ശരിയായ അളവിൽ ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓരോ വൈറ്റമിനും ഓരോരോ ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് എല്ലാ വൈറ്റമിൻസും വേണ്ടുന്ന അളവിൽ ശരീരത്തിന് ലഭിച്ചെങ്കിൽ മാത്രമേ എല്ലാ ഫങ്ഷൻസും നടക്കുകയുള്ളൂ. ഇനി നമുക്ക് വിറ്റമിൻസ് ഏതൊക്കെയാണെന്ന് അതിനെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. Vitamins are classified into two groups, mainly fat-soluble vitamins and water-soluble vitamins. Fat-soluble vitamins are vitamin A, D, E and K. Water-soluble vitamins are thiamine, riboflavin, nicotinic acid, pyridoxine, pantothenic acid, folic acid, vitamin B12 and ascorbic acid. ഇതാണ് വിറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഫാറ്റ് സോൾബിൾ വിറ്റമിൻസ് ക്ലാസിഫിക്കേഷൻ എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. ഏതൊക്കെയാണ് ഫാറ്റ് സോൾബിൾ വിറ്റമിൻ? വാട്ടർ സോൾബിൾ വിറ്റമിൻസിനകത്ത് വരുന്നത് ഇത്രയാണ്: തൈമിൻ, റൈബോഫ്ലേവിൻ, നിക്കോട്ടിനിക് ആസിഡ്, പൈറിഡോക്സിൻ, പാൻറ്റോത്തനിക് ആസിഡ്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, അസ്കോർബിക് ആസിഡ്. അതായത് ബി ഗ്രൂപ്പ് ഫാമിലിയിൽ വരുന്ന വിറ്റമിൻസും സിയുടെ ചേരുന്നതാണ് നമ്മുടെ വാട്ടർ സോൾബിൾ വിറ്റമിൻസ്. ഇനി നമുക്ക് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാം. ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ഫസ്റ്റ് വൺ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഈസ് അതർവൈസ് കോൾഡ് റെറ്റിനോൾ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. വൈറ്റമിൻ എ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ട ഒരു 2 പോയിന്റ് ഞാൻ പറയുകയാണ്, ഓർത്തിരുന്നോണം. പ്രത്യേകമായിട്ട് ഇത് കണ്ണിന്റെ വൈറ്റമിൻ ആണ്. അതുകൊണ്ടാണ് റെറ്റിനോൾ എന്നുള്ള പേര്. നമ്മുടെ റെറ്റിനെ ബേസ് ചെയ്താണ് റെറ്റിനോൾ. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അതിന്റെ മറ്റൊരു പേര് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നീഡഡ് ഫോർ നോർമൽ വിഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് ദ ഐസ്. അതുകൊണ്ട് കണ്ണിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അതേപോലെ രണ്ടാമത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഫോർത്ത് ഫംഗ്ഷനായ ഇറ്റ് ഹാസ് ആൻ ആന്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി. ഇതിനൊരു ആന്റി ഇൻഫെക്റ്റ്, അതായത് പ്രതിരോധ ശക്തി നൽകുന്ന വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ എ. അതുകൂടാതെ വരുന്ന 2 ഫംഗ്ഷനാണ്, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സ്കെൽറ്റൽ ഗ്രോത്ത്. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ എപ്പിത്തീലിയൽ ടിഷ്യൂ, അതായത് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെമ്പറിന്റെ ഹെൽത്തിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ഇനി വൈറ്റമിൻ എയുടെ പ്രധാന സോഴ്സസ്, അതായത് ഉറവിടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആനിമൽ സോഴ്സിലും ഇത് അവൈലബിൾ ആണ്. പ്ലാന്റ് സോഴ്സിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ സോഴ്സിലും ഇത് അവൈലബിൾ ആണ്. ആനിമൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബട്ടർ, ഗീ, മിൽക്ക്, ലിവർ ആൻഡ് ഫാറ്റ്, ഇതിനകത്തൊക്കെ ഈ വൈറ്റമിൻ എ അവൈലബിൾ ആണ്. അതേപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ പ്രത്യേകം പറയുമ്പോൾ യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഉദാഹരണമായി ക്യാരറ്റ്, പംകിൻ, മാംഗോ, പപ്പായ, ഇതിനകത്തൊക്കെ വൈറ്റമിൻ കൂടുതലാണ്.
എ കൂടിയ അളവിൽ ഉണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് നമുക്ക് പറയാവുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് സ്പിനാച്ച്, അമരാന്ത്, കോറിയണ്ടർ, ഡ്രംസ്റ്റിക് ലീഫ്, അതായത് നമ്മുടെ പച്ചച്ചീര, ചുവന്ന ചീര, മല്ലിയില, മുരിങ്ങയില, ഇതിനകത്തൊക്കെ ധാരാളമായി വൈറ്റമിൻ എ കാണും. അതേപോലെ ഫിഷ് ലിവർ ഓയിൽ. ഇതൊക്കെയാണ് വൈറ്റമിൻ എയുടെ പ്രധാന ഉറവിടങ്ങൾ. ഇനി നമുക്ക് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഡെഫിഷ്യൻസി ഡിസീസസ് ഓഫ് വൈറ്റമിൻ എ. 4 ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ നൈറ്റ് ബ്ലൈൻഡ്നസ്, നെക്സ്റ്റ് സിറോഫ്താൽമിയ, നെക്സ്റ്റ് ബൈറ്റോട്ട് സ്പോട്ട്, നെക്സ്റ്റ് കാറ്റോ മലേഷ്യ. നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു സീ ദ ഡിം ലൈറ്റ്, അതായത് നിശാന്തത എന്ന് പറയും. ഈ നൈറ്റ് ബ്ലൈൻഡ്നസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇപ്പം വൈറ്റമിൻ എ നമ്മൾ സപ്ലിമെന്റേഷൻ ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ സിറോഫ്താൽമിയ, ദാറ്റ് മീൻസ് ഡ്രൈനസ് ഓഫ് ദ ഐ. നെക്സ്റ്റ് വൺ ബൈറ്റോട്ട് സ്പോട്ട്. ബൈറ്റോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ വൈറ്റ് പോർഷനിൽ ബ്രൗണിഷ് ട്രയാങ്കുലർ റേസ്ഡ് പാച്ചസ് seen in the white portion of the eye. അതിനാണ് നമ്മൾ കെരാറ്റോ മലേഷ്യ എന്ന് ബൈറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കെരാറ്റോ മലേഷ്യ. കെരാറ്റോ മലേഷ്യ മീൻസ് the cornea of the eye becomes soft and loses in transparent. അതായത് കോർണിയ സോഫ്റ്റ് ആയി അതിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണ് കെരാറ്റോ മലേഷ്യ. അതുകൊണ്ട് ഈ 4 ഡിസീസ് കണ്ടീഷൻസ് പഠിച്ച് വെച്ചിരിക്കണം. ഡെഫിഷ്യൻസി ഡിസീസസ് ഓഫ് വൈറ്റമിൻ എ, നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ, ബൈറ്റോട്ട് സ്പോട്ട് ആൻഡ് കെരാറ്റോ മലേഷ്യ. നെക്സ്റ്റ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. Vitamin D is necessary for the formation of healthy bones and teeth. It promotes the intestinal absorption of calcium and phosphorus. അതായത് ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്തിന്റെ ഫോർമേഷന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. അതേപോലെ ഇന്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നതിനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഇനി ഇതിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിന്റെ നാച്ചുറൽ സോഴ്സ് ആണ് സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശം. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് സുലഭമായി കിട്ടുന്ന ഒരു വൈറ്റമിനാണ് ഇത് വൈറ്റമിൻ ഡി. അതുകൊണ്ടാണ് രാവിലത്തെ ഇളം വെയിൽ കൊള്ളണമെന്ന് പറയുന്നത്. പിന്നെ കാണപ്പെടുന്നത് മുട്ടയുടെ മഞ്ഞക്കരു, കരൾ, മീനെണ്ണ, ഇവയിലൊക്കെ വൈറ്റമിൻ ഡി ധാരാളമായി കാണപ്പെടുന്നു. വെജിറ്റബിൾ സോഴ്സിൽ വൈറ്റമിൻ ഡി വളരെ കുറവാണ്. പക്ഷേ കുമിളുകളിൽ ധാരാളം, അതായത് മഷ്റൂംസിൽ ധാരാളമായി വൈറ്റമിൻ ഡി കാണപ്പെടുന്നു. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയെന്ന് നോക്കാം. റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് ഓസ്റ്റിയോമലേഷ്യ ഇൻ അഡൽട്ട്. ഈ 2 ഡിസീസസ് ആണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസസ്. അതായത് റിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡെഫിഷ്യന്റ് ഡിസീസ് ലീഡ്സ് ടു കാൽസിഫിക്കേഷൻ ഓഫ് ബോൺ. കുട്ടികളിൽ, അതായത് പിക്ചറിൽ പടം കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണുമ്പം മനസ്സിലാക്കുക. എല്ലുകളുടെ കാൽസിഫിക്കേഷൻ മൂലം എല്ലുകൾ വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോമലേഷ്യ മീൻസ് ഇറ്റ് ഇസ് എ സോഫ്റ്റനിങ് ഓഫ് ദ ബോൺ. Next fat soluble vitamin is vitamin E. It is otherwise called tocopherol. It has many biological functions including antioxidant functions, enzymatic function, gene expressions, neurological function. ഇനി ഇതിന്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Rich sources are vegetable oil, cotton seed, sunflower seed, egg yolk and butter. വൈറ്റമിൻ ഇയുടെ പ്രത്യേകിച്ച് ഡെഫിഷ്യൻസി ഡിസീസസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിസർച്ച് വർക്ക്സ് ആർ ഗോയിങ് ഓൺ ബേസ്ഡ് ഓൺ ദിസ് വൈറ്റമിൻ. ഓക്കെ, നെക്സ്റ്റ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ഈസ് വൈറ്റമിൻ കെ. ഇറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക, വൈറ്റമിൻ കെ ഈസ് ആൻ ആന്റി ഹെമറേജിക് വൈറ്റമിൻ. അതുപോലെ നമ്മളൊരു ആന്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ പഠിച്ചു, വൈറ്റമിൻ എ. അതുപോലെ ഇത് ഓർത്തിരിക്കുക, വൈറ്റമിൻ കെ ഈസ് ആൻ ആന്റി ഹെമറേജിക് വൈറ്റമിൻ. ഇതിന്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രഷ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ. നമ്മുടെ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അതും ഓർത്തിരിക്കുക. ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റമിന്റെ പേര് എഴുതാൻ ചോദിച്ചാൽ എഴുതുക വൈറ്റമിൻ കെ. ഇനി നമുക്ക് വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ വിരളമായിട്ട് മുതിർന്നവരിൽ ഇതിന്റെ അഭാവം കാണാറുള്ളൂ. ന്യൂബോൺ ഇൻഫന്റ്സ്
ആണ് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്നത്. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രൈനൽ ഫ്ലോറ. അതുകൊണ്ടാണ് നവജാത ശിശുക്കൾക്ക് വൈറ്റമിൻ കെ ഇഞ്ചക്ഷനായി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് തീർന്നു. ഏതൊക്കെയാണ് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് എന്ന് വെച്ചാൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ സോളുബിൾ വൈറ്റമിൻസ്. ഇന്നലെ നമ്മൾ വൈറ്റമിൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞു വൈറ്റമിൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് എന്നും വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് എന്നും. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് നമ്മൾ പഠിച്ചു. വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ, ഈ 4 എണ്ണമാണ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ സോളുബിൾ വൈറ്റമിൻസ്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ തൈമിൻ, റൈബോഫ്ലേവിൻ, നിക്കോട്ടിനിക് ആസിഡ്, പൈറിഡോക്സിൻ, പാൻറ്റോത്തനിക് ആസിഡ്, ഫോളിക് ആസിഡ്, vitamin B12 and ascorbic acid. First we will see thiamine അല്ലെങ്കിൽ vitamin B1. Thiamine plays an important role in carbohydrate metabolism. Otherwise, thiamine is also essential for the proper functioning of the nervous system. അതുകൊണ്ട് തൈമിന്റെ ഫംഗ്ഷൻ ഓർത്തിരിക്കുക. നെർവസ് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് തൈമിൻ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് വി വിൽ സീ ദ സോഴ്സസ് ഓഫ് തൈമിൻ. തൈമിന്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് അൺമിൽഡ് സീരിയൽസ്, പൾസസ് ആൻഡ് നട്ട്സ്. അതായത് അൺമിൽഡ് എന്ന് പറഞ്ഞാൽ തവിട് കൂടുതലായി കളയാത്ത ആഹാര സാധനങ്ങൾ, അതായത് സീരിയൽസ്, റൈസ്, വീറ്റ്, മെയ്സ് ഒക്കെയാണ്. അതേപോലെ പൾസസ്, ഇതെല്ലാം തൈമിൻ ഫാമിലിക്ക് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഇസ് ദ ഡെഫിഷ്യൻസി ഡിസീസസ്. തൈമിന്റെ ഡെഫിഷ്യൻസി മൂലം വരാവുന്ന 2 കോമൺ ഡിസീസസ് ആണ് ബെർബറി ആൻഡ് വെർണിക്സ് എൻസെഫലോപ്പതി. അതായത് വെർണിക്സ് എൻസെഫലോപ്പതി എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഹെമറേജിക് ഡിസീസ് കണ്ടീഷനാണ്. ഈ രണ്ടുമാണ് തൈമിന്റെ ഡെഫിഷ്യൻസി മൂലം വരാവുന്ന കണ്ടീഷൻസ്. നെക്സ്റ്റ് വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ് റൈബോഫ്ലേവിൻ. ഇറ്റ് ഈസ് കോൾഡ് vitamin B2. It is necessary for the metabolism of protein, fat and carbohydrate. അതായത് കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീന്റെയും ഫാറ്റിന്റെയും മെറ്റബോളിസത്തിന് അത്യാവശ്യമായ ഒരു വൈറ്റമിൻ ആണ് റൈബോഫ്ലേവിൻ. ഇതിന്റെ പ്രധാന സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ലിവർ, എഗ്, ജെർമിനേറ്റിംഗ് പൾസസ്. ജെർമിനേറ്റിംഗ് പൾസസ് മീൻസ് അതായത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ. വീറ്റ് ആൻഡ് മില്ലറ്റ്സ്. മില്ലറ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് ജോവർ, ബാജ, റാഗി ഒക്കെ. നെക്സ്റ്റ് സ്ട്രോബെറീസ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ റിച്ച് ആയിട്ടുള്ള സോഴ്സസ്. റൈബോഫ്ലേവിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് അർബോഫ്ലേവിനോസിസ്. അതിന്റെ പിക്ചറാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വാട്ടർ സോളുബിൾ വൈറ്റമിൻ ഈസ് നിയാസിൻ. നിയാസിൻ ഈസ് അതർവൈസ് കോൾഡ് നിക്കോട്ടിനിക് ആസിഡ്. It is also necessary for the proper utilization of carbohydrate and tissue functioning. ഇതിന്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹോൾ ഗ്രെയിൻ സീരിയൽസ്, പൾസസ്, നട്ട്സ്, മീറ്റ്, ലിവർ ആൻഡ് ഗ്രൗണ്ട്നട്ട്. The main deficiency disease due to niacin is pellagra. Okay. Next water soluble vitamin is pyridoxine അല്ലെങ്കിൽ vitamin B6. It also plays an important role in the metabolism of amino acid, fat and carbohydrate. ഇതിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിവർ, മീറ്റ്, ഫിഷ്, സീരിയൽസ് ആൻഡ് ലെഗ്യൂംസ്. ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് സ്കിൻ ലീഷൻസ്, കീലോസിസ്, ഗ്ലോസൈറ്റിസ്, കൺവൾഷൻ ഇൻ ചിൽഡ്രൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കോംപ്ലിക്കേഷൻസ് ഓഫ് നെഗ്ലക്റ്റഡ് മൗത്ത് പഠിച്ചു. അതിൽ വരുന്ന കീലോസിസ്, ഗ്ലോസൈറ്റിസ്, ജിഞ്ചിവൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ് ഇതൊക്കെ ബി ഫാമിലി വിറ്റമിൻസ് കുറയുമ്പോൾ വരുന്ന കണ്ടീഷൻസ് ആണ്. നെക്സ്റ്റ് വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ് പാൻറ്റോത്തനിക് ആസിഡ്. Pantothenic acid also have a special role in the biosynthesis of corticosteroid. അതായത് corticosteroid ഹോർമോൺസിന്റെ ബയോസിന്തസിസിൽ നല്ലൊരു റോൾ വരുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. ഇത് സസ്യാഹാരത്തിലും മാംസാഹാരത്തിലും ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് പാൻറ്റോത്തനിക് ആസിഡ്. അതുകൊണ്ട് പ്രത്യേകമായ ഡെഫിഷ്യൻസി ഡിസീസ് ഒന്നും തന്നെ മനുഷ്യരിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഫ്ലാസിൻ. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് DNA. അതായത് ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡിന്റെ സിന്തസിസിന് വളരെ പ്രധാന റോൾ വഹിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ്. ഇതിന്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആണ് ഫോളിക് ആസിഡ് മെയിൻ സോഴ്സ്. നെക്സ്റ്റ് പൾസസ്, നട്ട്സ്,
whole grains. Liver also is the richest source of folic acid. ഇതുമൂലം വരുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ആണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇത് കൂടുതലായി പ്രഗ്നൻസിയിലാണ് കാണപ്പെടുന്നത് ഡ്യൂ ടു ദ ഇമ്മച്യൂർ റെഡ് ബ്ലഡ് സെൽസ് സർക്കുലേറ്റ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് കൊബാലമീൻ. ഇതിന്റെയും പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നെസസറി ഫോർ ദ സിന്തസിസ് ഓഫ് DNA സിന്തസിസ് ചെയ്യാൻ പ്രധാന പങ്ക് വഹിക്കുന്നു. അതേപോലെ കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീന്റെയും ഫാറ്റിന്റെ മെറ്റബോളിസത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിവർ, എഗ്, ഫിഷ്, മിൽക്ക്, ഫ്രൂട്ട്സ്, അതേപോലെ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ മീൻസ് ഡിക്രീസ് ഇൻ RBC കണ്ടീഷൻ. അതായത് വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി മൂലം RBC കുറയുന്ന കണ്ടീഷനാണ് പെർനീഷ്യസ് അനീമിയ. നെക്സ്റ്റ് വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ C. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് അസ്കോർബിക് ആസിഡ്. ഇതിന്റെ പ്രധാന ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ വൂണ്ട് ഹീലിംഗ്. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ C. നെക്സ്റ്റ് ഇൻക്രീസിംഗ് ദ അബ്സോർപ്ഷൻ ഓഫ് അയൺ. അയണിനെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. നെക്സ്റ്റ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെതിരെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ C. നെക്സ്റ്റ് ഇസ് ദ ടിഷ്യൂ ഓക്സിഡേഷൻ. അതിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ C. ഇനി ഇതിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആംല ഓർ ഇന്ത്യൻ ഗൂസ്ബെറി, അതായത് നമ്മുടെ നെല്ലിക്ക ഇതിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. വൈറ്റമിൻ സിയുടെ മെയിൻ സോഴ്സ് ആണ് നെല്ലിക്ക അല്ലെങ്കിൽ ഇന്ത്യൻ ഗൂസ്ബെറി. നെക്സ്റ്റ് ഗോവ മീൻസ് പേരയ്ക്ക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ. നെക്സ്റ്റ് സ്പ്രൗട്ടിംഗ് പൾസസ്, അതായത് മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ. നെക്സ്റ്റ് മിൽക്ക് ആൻഡ് മീറ്റ്. ഇതിലെല്ലാം വൈറ്റമിൻ C ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസിന്റെ പേരാണ് സ്കർവി. അന്നേരം ഇതോടെ നമ്മുടെ വൈറ്റമിൻ പോർഷൻ തീർന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ പോർഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഈ പോർഷനെ ബേസ് ചെയ്ത് ഞാനൊരു ആക്ടിവിറ്റി തരികയാണ്. പ്രിപ്പയർ എ പിക്ചർ ആൽബം ഓൺ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് സോഴ്സസ്. ഈ ആൽബം പ്രിപ്പയർ ചെയ്ത് അതും നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. Stay safe, stay healthy.